ഇതെന്താടാ ഗിരി? എടാ, പെൺകുട്ടികൾ പ്രായമാവുമ്പോ കല്യാണം കഴിച്ചു പോവില്ലേ? അതിന് സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? ഇന്നലെ വരെ ഏട്ടാ അത് വേണം ഇത് വാങ്ങിത്തരണം എന്നൊക്കെ പറഞ്ഞ് എന്റെ പുറകെ വാല് പോലെ നടന്ന കുട്ടിയാവള്. ഇന്ന് അവളുടെ കല്യാണമാണെന്ന് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവളില്ലാതെ ഈ വീട്ടില് എടാ, ഹെഡിന് 350 രൂപ നമ്മൾ ഉറപ്പിച്ചല്ലായിരുന്നു ബ്രദർ. പിന്നെ അതിപ്പോ മാറ്റി പറയാന്ന് വെച്ചാ ഇല്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ആദ്യം പറഞ്ഞ കാശിൽ നിന്ന് 10 പൈസ കൂടുതൽ തരാൻ ഞങ്ങൾ തയ്യാറല്ല. അല്ല, കൊച്ചി നഗരം ഇന്നൊരു ആഡംബര വിവാഹത്തിന് സാക്ഷിയാകാൻ പോവുകയാണ്. വ്യവസായ പ്രമുഖൻ ഗിരിധർ നമ്പ്യാരുടെ സഹോദരി സാനിയ നമ്പ്യാരുടെ വിവാഹമാണ്. അതിന്റെ ആഡംബരം കൊണ്ട് മാധ്യമ ശ്രദ്ധയെ ആകർഷിച്ചിരിക്കുന്നത്. ഇത് നിങ്ങളുടെ മുൻപിൽ റിപ്പോർട്ട് ചെയ്യുവാനായി വ്യവസായ പ്രമുഖൻ ഗിരിധർ നമ്പ്യാരുടെ വസതിയിൽ നിന്നും നമ്മുടെ പ്രതിനിധി സോണിയ ചേരുന്നു. കൊച്ചി നഗരം ഇന്നൊരു ആഡംബര വിവാഹത്തിന് സാക്ഷിയാവാൻ പോവുകയാണ്. വ്യവസായ പ്രമുഖൻ ഗിരിധർ നമ്പ്യാരുടെ സഹോദരി സാനിയ നമ്പ്യാരുടെ ഈ ആഡംബര കല്യാണത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഈ കല്യാണത്തിൽ പങ്കെടുക്കുന്ന അതിഥികൾക്ക് വിളമ്പുന്ന ഭക്ഷണത്തിനു വേണ്ടി മാത്രം ചെലവാക്കിയിരിക്കുന്ന തുകയെപ്പറ്റി കേട്ടാൽ ഞെട്ടിപ്പോകും. ഏതാണ്ട് 50 ലക്ഷം രൂപയാണ് ഭക്ഷണത്തിനു വേണ്ടി മാത്രം ഈ വിവാഹത്തിൽ ചെലവാക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന പാചക വിദഗ്ധരാണ് ഈ ട്രെൻഡി ആൻഡ് എക്സ്ക്ലൂസീവ് വിവാഹ സദ്യ തയ്യാറാക്കിയിരിക്കുന്നത്. ഞാനിവിടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ 50 രൂപയ്ക്ക് വരെ വിലപേശിക്കൊണ്ടിരിക്കുക. അനിയത്തിയുടെ കല്യാണത്തിനായി ഗിരിധർ 50 ലക്ഷം രൂപ വരെ ചെലവാക്കുന്നു. 50 രൂപയിൽ നിന്ന് 50 ലക്ഷത്തിലേക്കുള്ള ദൂരം അതെന്റെ ജീവിതത്തിലെ വലിയൊരു ദൂരം തന്നെയാണ്. ഇതെങ്ങനെയാ നീന്തിക്കടക്കൂ ഈശ്വര? കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കല്യാണത്തിന്റെ വാർത്തകളിലേക്കാണ് ഇന്ന് നിങ്ങളെ മീഡിയ പ്ലസ് ലൈവ് സ്വാഗതം ചെയ്യുന്നത്. ശതകോടീശ്വരനും പ്രമുഖ വ്യവസായിയുമായ ഗിരിധർ നമ്പ്യാരുടെ എനിക്ക് മുന്നിൽ ഗിരിധർ നമ്പ്യാരുടെ സഹോദരി പ്രശസ്ത ഫാഷൻ ഡിസൈനറുമായ സാനിയ നമ്പ്യാരുടെ കല്യാണം നടക്കാൻ പോകുന്നത്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ നടന്നു കഴിഞ്ഞു. ജീവിതത്തിന്റെ നാനാപുറങ്ങളിൽ നിന്നുള്ള VIP ഗസ്റ്റുകളെ നമുക്ക് ഈ കല്യാണത്തിന് പ്രതീക്ഷിക്കാം. രാഷ്ട്രീയവും സിനിമാ മേഖലയിൽ നിന്നുള്ള സെലിബ്രിറ്റികളും ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്താ നവ്യ, നല്ലൊരു ദിവസമായിട്ട് നീ എന്തെങ്ങനെ മൂഡ് ഓഫ്? നല്ലൊരു ദിവസമായിട്ട് എന്താ അമ്മ, മനുഷ്യന് ചെവിതല കേക്കണ്ടേ? നിന്റെ അച്ഛമ്മ ഇവിടുന്ന് പോകുന്നത് വരെ ഈ പ്രഹസനങ്ങളെല്ലാം നമ്മൾ സഹിച്ചേ പറ്റൂ മോളെ. ഗിരിയേട്ടൻ എവിടെ അമ്മ? എത്ര നേരം ഞാൻ അന്വേഷിക്കുന്നു, ഇവിടെയെങ്ങും ഇല്ലല്ലോ. എന്താ ഇപ്പൊ അത്ര അത്യാവശ്യം? ഒന്നുമില്ല. കിഷോർ എത്ര നാള് കൂടിയിട്ടാ ഒന്ന് നാട്ടിലേക്ക് വന്നത്. ഗിരിയേട്ടനെ ഒന്ന് നേരെ ചൊവ്വെ കാണാനോ കൂടാനോ ഒന്നിന് സമയം കിട്ടുന്നില്ലാന്ന് ഇപ്പൊ കൂടെ എന്നെ വിളിച്ചിരുത്തി പരാതി പറഞ്ഞേ ഉള്ളൂ. ഇനിയിപ്പൊ ഈ കല്യാണങ്ങളുടെ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെന്ന് അവനോട് പറ. അപ്പോഴേക്ക് ആള് തിരിച്ചു പോവും, ലീവില്ല. പിന്നെ ഇത്തവണ പോകുമ്പോ കുറച്ചു ദിവസത്തേക്ക് ഞാനും കൂടെ പോയാലോ എന്നൊരാലോചനയുണ്ട്. അതെല്ലാം ഒന്ന് ഗിരിയേട്ടനോട് പറയണമെന്ന് വിചാരിച്ചിട്ട് ദിവസങ്ങളായി. പക്ഷെ ഏട്ടനെ കിട്ടിയിട്ട് വേണ്ടേ? ഇന്നത്തെ ദിവസം അവനെ നോക്കണ്ട. അവൻ മിക്കവാറും നേരത്തെ ഓഡിറ്റോറിയത്തിലേക്ക് പോയിട്ടുണ്ടാവും. നീ അവനെ ഫോണിൽ വിളിച്ചു നോക്ക്. ആ, നീ റെഡിയാവുന്നില്ലേ? എനിക്ക് റെഡിയാവണം. ഞാൻ സനുവിന്റെ അടുത്തേക്കൊന്ന് ചെല്ലട്ടെ. കണ്ണാടിക്ക് മുമ്പിൽ ഇരുന്നാലേ പെണ്ണിന് പിന്നെ സമയത്തെ കുറിച്ച് ഒരു ബോധവുമില്ല. ഹലോ സർ, എല്ലാ അറേഞ്ച്മെന്റ്സും റെഡി അല്ലേ? യെസ് സർ. വിഐപികളുടെ എൻട്രൻസിലൂടെ മറ്റാരെയും കടത്തിവിടാൻ പാടില്ലെന്ന് പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വരുന്ന ഗസ്റ്റുകളുടെ ലിസ്റ്റിന്റെ കോപ്പി എല്ലാ ഗേറ്റിലും കൊടുത്തിട്ടുണ്ട്. വരുന്ന സെലിബ്രിറ്റി ഗസ്റ്റുകൾക്ക് ഒരു രീതിയിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ നോക്കാം. നമ്മുടെ സൈഡ് പ്രിപ്പയർഡ് ആണ് സർ. ഓക്കെ. ഇത്രയും പണം ചെലവാക്കിയ ഒരു വിവാഹം അനാവശ്യമായ ആർഭാടമാണെന്ന് പറയുന്നവരോട് സാറിന് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ ഇങ്ങനെ തിരക്കൂട്ടല്ലേ?
സർ, താങ്കൾ ഈ കല്യാണത്തിനായി ചിലവഴിച്ചിരിക്കുന്ന തുക എത്രയെന്ന് പറയാമോ? ഈ കല്യാണത്തിന് എടുത്തു പറയാവുന്ന സവിശേഷതകൾ ഒന്ന് മെൻഷൻ ചെയ്യാമോ സർ പ്ലീസ്? വരാൻ പോകുന്ന VIP ഗസ്റ്റുകൾ ആരൊക്കെയാണെന്നൊരു ക്ലാരിറ്റി തരാമോ സർ? സാറിന്റെ കല്യാണവും ഇതേ വേദിയിൽ വെച്ചാണോ നടക്കാൻ പോകുന്നത്? ഇവിടെ നടക്കാൻ പോകുന്നത് എന്റെ സഹോദരിയുടെ വിവാഹം മാത്രമാണ്. എന്റെ വിവാഹത്തിന്റെ വെന്യൂ എന്റെ ഫാദറിലോയാണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. എന്റെ പെങ്ങളുടെ കല്യാണത്തിന് വേണ്ടി ഏറ്റവും മനോഹരമായ കാര്യങ്ങളാണ് ഞാൻ ആഗ്രഹിച്ചത്. അതാണ് ഞാൻ ചെയ്തിരിക്കുന്നതും. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ എന്റെ സഹോദരിയുടെ വിവാഹത്തിൽ പങ്കെടുത്ത് അവളെ അനുഗ്രഹിക്കണം. ആൻഡ് പ്ലീസ് എൻജോയ് ദ എക്സ്ക്ലൂസീവ് ഫീസ്റ്റ് ആഫ്റ്റർ ദാറ്റ്. ഓക്കെ, താങ്ക്സ്. സർ സർ പ്ലീസ് സർ ഒരു ക്വസ്റ്റ്യൻ സർ പ്ലീസ് വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. സർ, പ്ലീസ് സർ. ഈ കേസിൽ സ്റ്റേഷൻ ജാമ്യം തരാൻ പറ്റില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ? അത് കോടതി തീരുമാനിക്കട്ടെ. ഇന്നും നാളെയും കോടതി അവധിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ മനഃപൂർവ്വം നിങ്ങൾ ഈ അറസ്റ്റ് നടത്തിയത്? കോടതി അവധിയാണെങ്കിൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കിക്കൂടെ? അതല്ലേ ചട്ടം. നിങ്ങൾ എന്നെ ചട്ടം റൂളൊന്നും പഠിപ്പിക്കണ്ട. മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ സൗകര്യം കൂടെ നോക്കണം. നിങ്ങളെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് നിങ്ങളുടെ ഉള്ളിലെ നിയമപാലകനല്ല, മറിച്ച് ശതകോടീശ്വരനായ ഗിരിധർ നമ്പ്യാരുടെ പണമാണെന്ന് എനിക്കറിയാം. മൈൻഡ് യുവർ വേർഡ്സ്. അപ്രീ സത്യങ്ങളൊന്നും വിളിച്ചു പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല സാർ. പറയിക്കാതിരുന്ന നിങ്ങൾക്കാണ് നല്ലത്. ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ, പ്രത്യേകിച്ച് അതൊരു സ്ത്രീയാണെങ്കിൽ, പാലിക്കേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് സുപ്രീം കോടതി പുറപ്പെടുവിച്ച ചില നിർദ്ദേശങ്ങൾ എന്താണെന്ന് സാറിന് അറിയാലോ. ഇനി അതറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അഥവാ അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിക്കുകയാണെങ്കിൽ എന്റെ കക്ഷിക്ക് നേരിടേണ്ടി വരുന്ന ഈ നീതി നിഷേധം ബഹുമാനപ്പെട്ട അധികാരികളെ അറിയിക്കാൻ ഈ നാട്ടിൽ മാധ്യമങ്ങളുണ്ട്. അപ്പൊ ശരി, ഈ കേസിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. വാലറ്റത്ത് ഗിരിധർ നമ്പ്യാർ എന്നുള്ള പേരുള്ളത് കൊണ്ട് മീഡിയക്കാരങ്ങ് ഏറ്റെടുത്തോളൂ. ജാമ്യം കിട്ടിയിട്ടുണ്ട്. പ്രൊസീജിയേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു 3 മണിയാകുമ്പോൾ ഇവിടെ ഇറങ്ങാൻ കഴിയും. താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ ഈ ശ്രമവും പാളിപ്പോയി ഗിരി. ഞാനിവിടെ നിന്നിറങ്ങും. നിങ്ങളുടെ കല്യാണം നടക്കുന്നതിന് മുമ്പ് ഞാനങ്ങ് വരും, വന്നിരിക്കും. ഇതായിരുന്നു നിതീഷ് എവിടെ? അവനെ കാണാനില്ലല്ലോ. നിതീഷ് ഒരു ജർമ്മൻ കമ്പനി ആയിട്ടുള്ള വീഡിയോ കോൺഫറൻസിലാണ്. ഇന്നത്തെ ദിവസമെങ്കിലും ഇവന് ഈ ബിസിനസ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചുകൂടെ? ഞാൻ പറഞ്ഞതാന്നേ, നിതീഷിനെ ഞാൻ വിളിച്ചോണ്ട് വരാം. നിതീഷേ, ഞാനിപ്പോ എന്നാ ചെയ്യാൻ? ഹലോ 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 ഹലോ. എന്താ ആകെ ടെൻഷനിലാണല്ലോ. ഗിരി നിതീഷിനെ അന്വേഷിച്ചു. അതിന് അവനിവിടെ ഇല്ലേ? അവൻ ഇന്നലെ രാത്രി അടിച്ചു കോഞ്ഞാട്ടായിട്ട് കിടക്കുക. ഇവന്റെ ഒരു കാര്യം. ചേച്ചി പേടിക്കണ്ട, ഞാൻ അവനെ എഴുന്നേപ്പിച്ചിട്ടുണ്ട്. വേഗം റെഡി ആയിട്ട് വരും. നോക്ക്, ഇവരെല്ലാരും കൂടി ഗിരിയെ കള്ളം പറഞ്ഞ് പറ്റിക്ക. എന്തെങ്കിലും ഒരു നാൾ ഗിരിയെ സത്യങ്ങളൊക്കെ തിരിച്ചറിയും. നീ പേടിക്കണ്ട. ആകാശേ, അവര് വന്നു. വാ വാ വാ. ബിസിനസ് മാഗ്നറ്റ് ഗിരിധർ നമ്പ്യാരുടെ സിസ്റ്ററുമായി നിങ്ങൾ എങ്ങനെയാണ് പരിചയപ്പെട്ടത്? ഞാൻ പറയാം. മുന്നകത്തേക്ക് പോയിക്കോ. ഞാൻ ശ്രീനിഷ് ചന്ദ്രന്റെ മദർ. ഗിരിധർ നമ്പ്യാരുടെ വുഡ് ബി മദർ ഇൻ ലോയാണ് ഇപ്പോൾ നമ്മുടെ അടുത്തുള്ളത്. നമസ്തേ മാഡം. ഞാൻ ഇന്ദിരാ ചന്ദ്രൻ.
എക്സ് മിസ് ട്രിവാൻഡ്രം. ഇന്നത്തെ ദിവസത്തിന് വേണ്ടി നിങ്ങളെടുത്ത തയ്യാറെടുപ്പിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഗിരിധർ നമ്പ്യാരുടെ കുടുംബത്തിൽ നിന്ന് ഒരു അലയൻസ് എന്ന് പറയുമ്പോ തീർച്ചയായിട്ടും അഭിമാനമുള്ള ഒരു കാര്യം തന്നെയാണല്ലോ. പക്ഷെ അതിനുവേണ്ടി പ്രത്യേകിച്ച് വലിയ പ്രിപ്പറേഷൻസ് ഒന്നും ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നില്ല. ഇന്നലെ ഞങ്ങളുടെ കുടുംബം ഒരു സോഷ്യൽ പ്രൊഫൈലുള്ള കുടുംബമാണല്ലോ. കുറച്ചു മാസം മുമ്പ് എന്റെ ഇളയ മകൾ നന്ദിത, നന്ദു വാ മോളെ വാ, നന്ദിത ചന്ദ്രൻ കഴിഞ്ഞ പ്രാവശ്യം മിസ് കൊച്ചിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അയ്യോ അമ്മ ഇപ്പൊ ആകെ കൊളവാക്കും. അയ്യല്ലല്ല, സോറി അതിവിടെ പറഞ്ഞതാ. ആ അപ്പെല്ലാം പറഞ്ഞ പോലെ 5:30 കഴിയുമ്പോ ഞങ്ങൾ എല്ലാരും ഹോളുണ്ടാവും. ആ ശരിയേ, ഓക്കെ. അമ്മയുടെ മാഡം ഒരു ക്വസ്റ്റ്യൻ. പ്രണയ വിവാഹമാണെന്ന അഭ്യൂഹങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾ രണ്ടുപേരുടെയും ഭാഗത്തുനിന്ന് ഒരു പ്രതികരണവും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഒന്ന് പ്രതികരിക്കാമോ പ്ലീസ്? അല്ല അത് ഇത് അറേഞ്ച്. എത്ര നാളായി ബന്ധം തുടങ്ങിയിട്ട്? ഹൗ ഡിഡ് ദ മീറ്റിംഗ് ഹാപ്പൻ? അയ്യോ പ്ലീസ്, ഞാനിപ്പോ വന്നത് എന്റെ അനിയന്റെ കല്യാണം കൂടാനാ. സോറി കേട്ടോ. മാഡം പ്ലീസ് മാഡം. നമസ്കാരം. ഇല്ലേ, പെണ്ണിന്റെ ആങ്ങളെയും ചെക്കന്റെ പെങ്ങളെയും അവിടെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. വേഗം വന്നേ. ദൈവമേ, ഇത് കുടുംബശ്രീ ശാരദയിലെ ശാലിനിയല്ലേ? ശാലിനിയും മറ്റേത് ശാരികയും അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ഇവരെയൊക്കെ നമ്മൾ ടിവിയിൽ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ആ യെല്ലോ ഡ്രസ് ഇട്ടിരിക്കുന്നതാണ് മിസ്സസ് ഹിറ്റ്ലറിലെ മായ. നിങ്ങളെല്ലാം വന്നല്ലോ, വലിയ സന്തോഷം. ഞങ്ങളില്ലാതെ ഇവിടെ എന്താ ആഘോഷം ചേട്ടാ? അയ്യോ എത്തി നിങ്ങൾ ഇപ്പൊ വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുമായിരുന്നു. എടുത്തോ, പച്ച മഞ്ഞ ചോപ്പ്. മുത്തശ്ശി ഞാനങ്ങോട്ട്. അല്ല, കൈയും വീശിയാണ് എന്റെ പെങ്ങളുടെ കല്യാണത്തിന് വന്നത്. ഗിഫ്റ്റ് എവിടെ? അതൊക്കെ ഞങ്ങള് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? എന്നാ കൈയോട് കൊടുത്തേക്കല്ലേ? യെസ്. കയ്യോടെ എന്നെ അടിയാണോ കൊടുക്കാൻ പോകുന്നത്?
താങ്ക് യു ഫോർ ദിസ് പ്രസ്റ്റീജിയസ് ഇൻവിറ്റേഷൻ. സാനിയയ്ക്കും ശ്രീനിഷിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിവാഹ മംഗളാശംസകൾ. അവർക്ക് മാത്രമല്ല, ഇന്ന് വൈകുന്നേരം കല്യാണം കഴിക്കാൻ പോകുന്ന കിരിയേട്ടനും കൂടി. We are wishing a happy married life. എല്ലാം പറഞ്ഞ പോലെ തന്നെ ഭംഗിയായിട്ടുണ്ട്. ഗിരി. കൊള്ളാം. താങ്ക്സ്. ഒരു മിനിറ്റ് ഒന്ന് വന്നേ. ജസ്റ്റ് എ മിനിറ്റ്. എന്താ ഒരു 20,000 രൂപ ഇങ്ങെടുത്തേ, അത്യാവശ്യം. രാജേഷ്, ഒരു 20,000 രൂപ അമ്മയ്ക്ക് കൊടുത്തേക്ക്. കൊടുക്ക. പോയിക്കോളൂ. ഉള്ളൊരു കാര്യമാണ് ഇപ്പൊ എന്റെ കൺമുമ്പിൽ നടക്കുന്നത്. പക്ഷേ ഇതോടെ അവള് ഈ വീടിന്റെ പടിയിറങ്ങുകയാണല്ലോ എന്ന് ആലോചിക്കുമ്പോ